നീ ഇത്രയും ചോദിക്കുന്നതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ടും സത്യം പറയാം. എന്റെ ലൈഫിൽ ഒരാളുണ്ടെങ്കിൽ ആ ആൾക്ക് ഈ പാർട്ടിയേക്കാൾ പ്രാധാന്യമുണ്ട്. യുനോ, ഞാനും അവരും തമ്മിൽ ഒരു സീനുണ്ടായിരുന്നു. ആ ആള് ബെഡ്റൂമിലല്ല ഉള്ളത്, ബാത്റൂമിലാണ്. അത് ഞാൻ നിന്നെ കാണിക്കാം. ഡാർലിംഗ്, പ്ലീസ് കം ഔട്ട്. വേറെ ആരുമല്ല, സോഫിയാണ്, എന്റെ പഴയ ഗേൾ ഫ്രണ്ട്. നാണക്കാരി അവള്, നാണിച്ചു നിൽക്കുമായിരിക്കും. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. എന്താ, ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഒന്ന് വരൂന്നേ. ഞാൻ വരില്ല. ഒന്ന് വരാൻ. കാർത്തിക, എന്തു പറ്റി? എന്തെങ്കിലും വേണമായിരുന്നോ? ഞാൻ ശരിക്കും പ്രീതി തിരികെയായിരുന്നു. എനിക്ക് അവളോടൊന്ന് സംസാരിക്കണമായിരുന്നു. പക്ഷെ നിന്നെ കണ്ട സ്ഥിതിക്ക് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? പറയുന്നേ. സൃഷ്ടി, എനിക്ക് തോന്നുന്നു രോഹിതേട്ടനില്ലേ ഏത് പെൺകുട്ടി ഇഷ്ടമാണെന്ന്. ഹലോ. ആ പെൺകുട്ടിയെ കാണുമ്പോ ചേട്ടന് ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റാത്ത പോലെ ആവും അല്ലേ? രോഹിത് സാറിന് ആ പെൺകുട്ടിയോട് എന്തൊക്കെയോ തോന്നുന്നു അല്ലേ? നീ പറഞ്ഞ ശരിയാണ് സൃഷ്ടി. നിനക്കറിയാമോ, രോഹിതേട്ടനുണ്ടല്ലോ ഒരു പെൺകുട്ടിയെ കുറെ തവണ നോക്കുന്നത് കണ്ടു. ഞാൻ ചോദിച്ചു, അപ്പോ ദേഷ്യപ്പെട്ടു, അത് നിഷേധിക്കുകയും ചെയ്തു. ഹലോ സൃഷ്ടി, ഇത് ഈ വീട്ടിലെ ആരെങ്കിലും അറിഞ്ഞാ പിന്നെ എന്താ ഉണ്ടാന്നറിയോ? പിന്നെ അടിച്ചു പൊളിയായിരിക്കും. ഐ മീൻ, ഈ വീട്ടിലാർക്കും ചിന്തിക്കാൻ പോലും പറ്റില്ല രോഹിത് ചേട്ടന് എന്റെ ചേച്ചിയോട് ഫീലിങ്സ് ഉണ്ടെന്ന്. എന്താ, പ്രീതയോ? ആ, എന്റെ ചേച്ചി, പ്രീത ചേച്ചി. അല്ല സൃഷ്ടി, നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അല്ല കാർത്തിക, നീയാ തെറ്റിദ്ധരിച്ചത്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് സൃഷ്ടി. എക്സാക്ട്ലി, ഞാനും എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എങ്ങനെ സാധിക്കും സൃഷ്ടി? നോക്കിക്കോ, ഞാൻ നിന്നെ തെളിയിച്ച് കാണിക്കാം. രോഹിത് ഏട്ടനും സോഫിയും തമ്മിൽ എന്തൊക്കെയോ സംതിങ് നടക്കുന്നുണ്ടെന്ന്. ശരി, ഞാനും നിന്നെ പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം. രോഹിത് ചേട്ടന് എന്റെ ചേച്ചി പ്രീത ചേച്ചിയോടാണ് ഫീലിങ്സ് എന്ന്. ഓക്കെ, ബെറ്റ് വെക്കാം. ബെറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. ഇത് ശരിക്കും കിരണിന്റെ ഒരു നമ്പറാ. കള്ളം പറയാ, സോഫിയോട് കള്ളം പറഞ്ഞതാ. അങ്ങനെയൊന്നുമില്ല ഇവിടെ. സോഫിയ, ഇത് പ്രീത. പ്രീത, ഇത് സോഫിയ. സോഫിയ, പ്രീത ആ പെൺകുട്ടി. ഇവളെ കാണുമ്പോൾ എന്റെ ഹൃദയമെടുപ്പ് കൂടും. ഇവളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഐ ലവ് ഹർ സോ മച്ച്. നിനക്കറിയാമോ, ലൈഫിൽ കല്യാണം കഴിക്കാൻ ആഗ്രഹം തോന്നിയ ആദ്യത്തെ പെണ്ണ ഇവള്. സോഫിയ, അങ്ങനെ ഒന്നുമില്ല. കിരൺ കള്ളം പറയാണ്. ഇതെല്ലാം ഇവന്റെ ഓരോരോ നമ്പറാ. ഞാൻ എന്തിനാ ഈ വാഷ്റൂമിൽ വന്നതെന്ന് അറിയോ സോഫിയ? അത് ടിഷ്യൂവും നാപ്കിനും എടുക്കാനാ. എന്റെ അനിയത്തിയല്ലേ സൃഷ്ടി, അവളെ ഒന്ന് സഹായിക്കാൻ വേണ്ടിയാ. അതിന് അകത്ത് പോയപ്പോ ഡോറ് ജാമായി. ഞാൻ എത്ര തുറക്കാൻ ശ്രമിച്ചിട്ടും പറ്റിയില്ല. അതിനകത്ത് പെട്ടുപോയി. അത്രേ ഉള്ളൂ. അല്ലാതെ ഞാനും ഇവനും തമ്മിൽ ഒന്നുമില്ല. ഓ പ്ലീസ്, എനിക്കൊന്നും കേൾക്കണ്ട. എല്ലാം ഞാൻ കണ്ടതാ. ഞാൻ ഇവിടെ വന്നപ്പോഴാ നീ ബാത്റൂമിൽ കയറി ഒളിച്ചത്. നൗ ഐ ക്യാൻ റീകോൾ. അന്ന് നിന്നെ കിരണിന്റെ കാറിൽ നിന്നും ഇറക്കിയത്, റൈറ്റ്? ഇങ്ങനെയുള്ള ഒരുത്തൻ ഒരിക്കലും എന്റെ ബോയ്ഫ്രണ്ട് ആവില്ല. ഇതെല്ലാം മണ്ടത്തരവാ. ഞാൻ കുറെ മുന്നേ തന്നെ ഈ വണ്ടിയിലേക്ക് കയറിയതാ. എന്നിട്ട് നീ എന്ത് നുണയാ പറഞ്ഞത്? നിനക്ക് കിരणे അറിയേയില്ലെന്ന് അന്നേ എനിക്ക് സംശയം തോന്നിയതാ. ആബ്സല്യൂട്ട്ലി, നീ സത്യം പറഞ്ഞ സോഫിയ. നോക്ക്, സോഫിയ എത്ര നന്നായി മനസ്സിലാക്കുന്നെന്ന്. നീ പേടിക്കൊന്നും വേണ്ട. സോഫിയ ആരോടൊന്നും പറയില്ല. നമ്മൾ ഇഷ്ടമാണെന്ന് നീ ഇവളോട് വേഗം ഒന്ന് പറയേ. നമ്മൾ ബന്ധത്തിലാണെന്നും പിന്നെ നമ്മള് ഒരുമിച്ചാണെന്നൊക്കെ. പിന്നെ സോഫിയ, ഇവളുടെ മനസ്സ് ഞാൻ എങ്ങനെയാ ഉപേക്ഷിക്കുന്നേ? എന്തായാലും എന്റെ മനസ്സ് ഇവളുടെ കൈ തന്നെയാ. ഷീസ് മൈ ക്രേസിയസ്റ്റ് ഫാൻ. വാട്ട്? സോഫിയ, ഇവൻ പറയുന്നത് മുഴുവനും കള്ളവാ. ഞാൻ ഫാൻ ആണെന്ന്. ഒരിക്കലും നടക്കാത്ത കാര്യം. ഇത് ശരിക്കും കള്ളവാ. ഞാൻ ആരുടെയും ഫാൻ അല്ല. ഞാൻ നിന്നോട് പറഞ്ഞതാണ് ശരിക്കും സത്യം. ലയർ. ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ എന്നെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അന്ന് എന്റെ കുടയ്ക്ക് കീഴെ നീ കയറി തന്നിനായിരുന്നു പിക്നിക്കിന്?
കൊടയുടെ കാര്യം. കാരണം ആ കൊട എന്റേതായിരുന്നില്ലേ? നീ അത് എന്റെ ഇത് തട്ടിപ്പറിച്ചതല്ലേ? എന്നിട്ട് ആ ചെറിയ കൊടയുടെ കീഴിൽ കയറണമെന്ന് വാശി പിടിക്കായിരുന്നില്ലേ? എന്റെ ബേബ്, അല്ല നീ എന്തൊക്കെ ഈ പറയുന്നേ? ആ കുട എന്റേതായിരുന്നു, നീ മറന്നുപോയോ? നീ അതിൽ കയറിക്കൂടിയതാ മഴയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിട്ട്. എന്തിനാ കിരൺ എന്നോട് ഇങ്ങനെ കള്ളം പറയുന്നത്? അത് എന്റെ കൊടയായിരുന്നു. നീ അത് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞ് എന്റെ കൊട പിടിച്ച് വലിക്കായിരുന്നില്ലേ? വെയിറ്റ്, നിങ്ങൾ രണ്ടാളും മഴ ഒന്നിച്ച് നനഞ്ഞോ? ഓഫ് കോഴ്സ്. മാത്രമല്ല ഞങ്ങൾ അന്ന് റെയിൻ ഡാൻസ് വരെ നടത്തിയതാ. പറയ് പ്രീത, അവൾക്ക് മനസ്സിലായില്ല. നാണായതുകൊണ്ടാ. അതുകൊണ്ടാ ഇവളും കൊച്ചു കൊച്ചു കള്ളമൊക്കെ പറയുന്നേ. അല്ല സോഫിയ, നിനക്കെന്താ പ്രശ്നം? പ്രശ്നമുണ്ട്. നമ്മൾ ഒന്നിച്ച് മഴ നനഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ ഒന്നുമില്ല സോഫിയ. ആ കൊട ഞങ്ങൾ ഷെയർ ചെയ്യായിരുന്നു. പുറത്ത് നല്ല മഴയായിരുന്നത് കൊണ്ട് ആക്സിഡന്റിൽ ഞങ്ങൾ നനഞ്ഞു പോയതാ. നോക്ക് സോഫിയ, നിനക്ക് ഇനിയും കിരണിന്റെ കൂടെ മഴ നനയാൻ പറ്റും. ഒരു കുഴപ്പമില്ല. എങ്ങനെ? ഇപ്പൊ നീ ഇവന്റെ കൂടെ ഇല്ലേ? അതവൻ സമ്മതിച്ചും കഴിഞ്ഞു. That you are the one for him. Permanently. ഞാനാണെങ്കിലോ ടെമ്പററി ഫാൻസി. ഇതിനു മുമ്പ് ഇവന് മനീഷയുടെ അഫെയർ ഉണ്ടായിരുന്നു. ഞാൻ എങ്ങനെയെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഇപ്പൊ നീ വന്നു. എനിക്കിനി ഇതിൽ കൂടുതൽ സഹിക്കാനാവില്ല. ഐ എം ഗോയിങ്. ഇല്ല സോഫിയ, അവിടെ നിക്ക്. നോക്ക്, നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. ഞാൻ പറയുന്ന കേക്ക്. സോഫിയ നിക്ക്. ബൈ ബേബ്, ടേക്ക് കെയർ. നിനക്കെന്താ ശരിക്കും ഭ്രാന്തായോ? എന്തൊക്കെയാ നീ അവളോട് പറഞ്ഞത്? നിന്നെ പോലെ ഇത്രയും വൃത്തികെട്ടവനായ ഒരുത്തനുമായിട്ട് എനിക്ക് ഒരിക്കലും ഒരു ബന്ധം ഉണ്ടാവില്ല. മനസ്സിലായോ? ഇത് അവളെ പറഞ്ഞുവിടാൻ വേണ്ടിയായിരുന്നു. മനസ്സിലാക്ക. ഞാനിങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്റെ പുറകിന്ന് മാറില്ല. എനിക്ക് ആയിട്ട് നിന്റെ അനിയത്തിയെ പറഞ്ഞു തന്നെ സൃഷ്ടി. എന്ത് സൃഷ്ടിയോ? അവൾ പറഞ്ഞത് എന്താന്ന് വെച്ചാ നീ എന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറയാൻ പറഞ്ഞു. പിന്നെ ആരോടെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ അതങ്ങ് തുറന്ന് പറയാനും പറഞ്ഞു അവള്. അങ്ങനെ ഞാനൊരു ഡോക്ടറായി. സോഫിക്ക് വേണ്ടിയായിരുന്നു അത്. എന്നിട്ട് നീ പറയാ ഞാൻ സൈക്കോ ആണെന്ന്. കാരണം സൃഷ്ടിക്ക് അറിയില്ലായിരുന്നു നീ ഇത്രയും വലിയൊരു മണ്ടനായിരിക്കുമെന്ന്. അല്ലെങ്കിൽ ഇതുപോലത്തെ സ്റ്റുപ്പിഡ് ഐഡിയാസ് ഒന്നും തരില്ലായിരുന്നു. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ അത്രയ്ക്ക് മോശമായ ആളൊന്നുമല്ല. ആ സോഫിയല്ലേ, അവൾ എന്റെ ബെനിഫിറ്റ് എടുക്കാൻ വേണ്ടി വന്നയാ. എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിട്ട്. അവൾക്ക് എന്നെ ഉറപ്പായും വേണമെന്ന്. എന്റെ മേലെ അവൾക്കൊരു കണ്ണുള്ളതിന് ഞാൻ എന്ത് ചെയ്യാനാ? അങ്ങനെ ഒരു പ്രോമിസ് ഞാൻ കൊടുത്തിട്ടേ ഇല്ല. പിന്നൊരു കാര്യം, നീ അല്ലാതെ വേറൊരു പെണ്ണിന്റെ പുറകിൽ ഞാൻ പോയിട്ടില്ല. നീ ഒന്ന് വിശ്വസിക്കും മോളെ, പ്ലീസ്. അതെ, നീ ശരിക്കും മണ്ടൻ മാത്രമല്ല, പിന്നെ എന്താണെന്നറിയോ? ഡിസ്ഗസ്റ്റിംഗ്. അല്ല, അവളെന്താ അങ്ങനെ പറഞ്ഞിട്ട് പോയത്? ഇവളൊരു സൈക്കോ തന്നെയാ. നോക്കതേ സോഫിയ വരുന്നു. അവളോട് ചോദിച്ചാൽ ഇപ്പൊ എല്ലാം ക്ലിയർ ആയി കിട്ടും. ഓക്കെ, ഒരു മിനിറ്റ്. നിക്ക്. സോഫിയ, എനിക്ക് നിന്റെ ഹെൽപ്പ് വേണം. എന്താന്ന് വെച്ചാലേ, ഞാനും സൃഷ്ടിയും തമ്മിൽ ഒരു ബെറ്റ് വെച്ചിരിക്കുക. നീ എന്നെ ഹെൽപ്പ് ചെയ്താൽ ഞാൻ അതിൽ ജയിക്കും. ഇതൊന്ന് പറയാമോ? അതായത് എന്റെ രോഹിത് ഏട്ടനും സോഫിയും തമ്മിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? വാട്ട് റബിഷ്. അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കിരണിനോടായിരുന്നു. പക്ഷെ ഇപ്പോ എല്ലാം അവസാനിച്ചു. മൈ ഹാർട്ട് ഈസ് ബ്രോക്കൺ. കാരണം കിരൺ പ്രീതിയാണ് സ്നേഹിക്കുന്നത്. എന്ത്? അവർ ഒരുമിച്ചാണ് കഴിയുന്നത്. മാത്രമല്ല അവന് പ്രീതിയെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. ഇറ്റ്സ് ഓൾ ഓവർ ഫോർ മീ. നോ, അങ്ങനെ വരാൻ വഴിയില്ല. സോഫിയ, നീ തെറ്റിദ്ധരിച്ചതായിരിക്കും. ഞാൻ അവരെ കൈയോടാ പിടിച്ചത്. അവർ രണ്ടുപേരും ബെഡ്റൂമിൽ ഒറ്റയ്ക്കായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോ പ്രീത ബാത്റൂമിലേക്ക് പോയി. കിരൺ പറഞ്ഞു അവക്ക് നാണമാണെന്ന്. മാത്രമല്ല അവർ ഒരുമിച്ചാണ് താമസിക്കുന്നത്, ബെഡ്റൂമിലും പിന്നെ ബാത്റൂമിലും. കിരൺ, ഹി ഈസ് സച്ച് എ ചീറ്റർ. ഞാൻ പോയിട്ട് ഇപ്പൊ വരാം. ഷെർലിൻ, മോളെ, കവിത ചേച്ചി പറഞ്ഞല്ലോ നീ രോഹിതിനെ കണ്ടെന്ന്. ഞാൻ രോഹിത്തിനെ കണ്ടു. നിനക്ക് എന്നിട്ട് എന്ന് വെച്ചാ എന്റെ മകനെ നിന്നെ ഇഷ്ടപ്പെട്ടുവെന്ന്. അപ്പൊ പിന്നെ ഇഷ്ടപ്പെട്ടില്ലെന്നാണോ? മോളെ, അത് പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് അവന്റെ നേച്ചർ ജഡ്ജ് ചെയ്യാനേ പറ്റില്ല. എന്റെ രോഹിത് ഉണ്ടല്ലോ, അവൻ ഒരു ബിസിനസ് ടൈപ്പാണ്. സംസാരിച്ചു തുടങ്ങുമ്പോ അവൻ ബിസിനസിന്റെ കാര്യങ്ങൾ മാത്രമേ പറയൂ. ഒരു പ്രാവശ്യം നിങ്ങൾ തമ്മിലൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്റെ മനസ്സുണ്ടല്ലോ, അതൊരു തുറന്ന പുസ്തകം പോലെ തന്നെ ആവും. ഒരു പ്രാവശ്യം ഒന്ന് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ, അവന്റെ കമ്പനി ജീവിതത്തിൽ ഒരിക്കലും നഷ്ടമാകാത്ത രീതിയിൽ അത്രയ്ക്ക് അങ്ങ് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോകും. സത്യം പറഞ്ഞാലുണ്ടല്ലോ, എന്റെ മകൻ ഡയമണ്ട് ആണ്. ഡയമണ്ട്. ഒരു കാര്യം അറിയാം ആന്റി, രോഹിത് കുറച്ച് വിചിത്രമാണ്. വിചിത്രോ? പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗുമാണ്.
തുറന്ന പുസ്തകം പോലെ തുറന്നിരുന്നാൽ അത് വലിയ ബോറിംഗ് ആയിരിക്കും. പക്ഷെ സസ്പെൻസ് ഉണ്ടാക്കുന്ന ആൾക്കാരില്ലേ, ഐ ലവ് ദം. ഇതിനർത്ഥം മോൾക്ക് എന്റെ മോനെ ഇഷ്ടപ്പെട്ടു എന്നാണ്. പക്ഷെ അധികം സന്തോഷിക്കണ്ട. അത് ഞാൻ രോഹിത്തിനെ കണ്ടു, ഞങ്ങൾ അത്യാവശ്യം സംസാരിക്കുകയും ചെയ്തു. പക്ഷേ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. ഞങ്ങൾ കല്യാണത്തിന്റെ ഭാഗമായാണ് കാണുന്നതെന്ന് രോഹിത്തിന് അറിയില്ല. അതുകൊണ്ട് രോഹിത്തിന് എന്നെ ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്ക് അറിയില്ല. അതേപറ്റി ഒന്നും ടെൻഷൻ അടിക്കേണ്ട. അതെ, മോൾക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെ ഓ, രോഹിതിനെ കൊണ്ട് യെസ് പറയിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്കറിയാം. പ്രീത, താൻ എവിടെയായിരുന്നു? എന്ത്? അത് ഞാൻ അവിടെ മുകളിൽ. ഞാൻ കുറെ നേരോട്ട് തന്നെ അന്വേഷിക്കായിരുന്നു. സാറിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ആക്ച്വലി അമ്മ പറഞ്ഞു താൻ കിരണിന്റെ റൂമിൽ ടിഷ്യൂ എടുക്കാൻ പോയെന്ന്. പക്ഷെ ഞാനവിടെ വന്ന് നോക്കിയപ്പോൾ തന്നെ കണ്ടില്ല. ഓ, ഞാൻ ശരിക്കും മറന്നുപോയി ഞാൻ തന്നെ എന്തിനാ അന്വേഷിച്ചെന്ന്. കുറെ നേരമായിട്ട് ടെൻഷനിലായിരുന്നോണ്ട്. ആക്ച്വലി ഞാൻ അവിടെ. എടാ, നീ ഇത് എവിടാ പോയത്? എത്ര നേരമായിട്ട് മീഡിയ വെയിറ്റ് ചെയ്യായിരുന്നറിയോ? ഇരുന്ന് മുഷിഞ്ഞ് അവരിപ്പോ പോയതേ ഉള്ളൂ. ഞാൻ എവിടെയായിരുന്നു എന്ന് പ്രീതയോട് ചോദിക്കാം. ഇവള് പറയൂ എവിടെയായിരുന്നു. ഞാനോ? മോളെ പ്രീത, ആന്റി ഒന്നിങ്ങോട്ട് വരുമോ മോളെ? അത് രാഗി ആന്റി വിളിക്കുന്നു. ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ? നീട്ടി നിൽക്കുമൊരു സന്ധ്യേ സന്ധ്യേ എന്നും നിന്റെ അടുത്തിരിപ്പില്ലേ വനിനീത്തുളി നനയട്ടെ ഞാൻ നീയില്ലാതില്ലെന്നോർമകൾ. എന്നോട് പറഞ്ഞു മോളെ, എന്നോട് പറഞ്ഞു, എല്ലാം പറഞ്ഞു. ശരി ആന്റി. പക്ഷെ ആന്റി എന്തിനെ പറ്റി ഈ പറയുന്നത്? മോളെ, ഈ ഒരു ദിവസത്തിനായി ഞാൻ വർഷങ്ങളോളം കാത്തിരിക്കുകയായിരുന്നു. ആ ദിവസം വന്നെത്തി. ആന്റി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് മോളെ, നമ്മുടെ വീട്ടിലൊരു മംഗളകർമ്മം നടക്കാൻ പോവുകയാ. ഷെർലിനെ നമ്മുടെ രോഹിതിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. മാത്രമല്ല നമ്മുടെ രോഹിതിനും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. വാവ് ആന്റി, അതൊരു നല്ല വാർത്തയാണല്ലോ. കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയൂ. ഈ കാര്യം മോളോട് തന്നെ ആദ്യം പറയണമെന്ന് എനിക്ക് തോന്നി. ഇതിന്റെ എല്ലാ ക്രെഡിറ്റും നിനക്കാണ് തരേണ്ടത്. നീയാണല്ലോ രോഹിതിനെ കല്യാണം കഴിക്കാൻ പ്രേരിപ്പിച്ചത്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ചേട്ടാ, ഒരു മിനിറ്റ്. ചേട്ടാ, എനിക്ക് ഹാർഡ് ഡ്രിങ്ക് അല്ല, സോഫ്റ്റ് ഡ്രിങ്ക്സ് എടുത്തോണ്ട് വരുമോ? ചെല്ല്. ഈ കാര്യം കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതേ സൃഷ്ടി, എനിക്കും വിശ്വാസമായിട്ടില്ല. ഇമ്പോസിബിൾ ആയിട്ട് തോന്നുന്നു. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഇതൊരു ഗുഡ് ന്യൂസ് ആണ്. ഐ മീൻ, ഒന്ന് ആലോചിക്കൂ, കിരൺ ചേട്ടനും പ്രീതിയും എന്ത് ക്യൂട്ട് ജോഡിയാ അല്ലേ? നീ പറഞ്ഞത് ശരിയാ. ഐ മീൻ, ദൈവം എന്ത് ജോഡിയാ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ലവ് ബേർഡ്സ് തന്നെയാ രണ്ടുപേരും. അവള് ഹീറോയിൻ ആണെങ്കിൽ കിരൺ സർ എന്റെ സൂപ്പർ ഹീറോയാ. പ്രീത ചേച്ചി, കാർത്തിക, എനിക്ക് പ്രീത ചേച്ചിയോട് ഈ കാര്യം ചോദിക്കണം. എന്നോട് പറയാതെ ഇത്രയും വലിയ കാര്യം ചെയ്തോ? ഇനി ഞാൻ രോഹിതിന്റെ അടുത്ത് പോയിട്ട് അവന് പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന കാര്യം ചോദിക്കാൻ പോവാം. രോഹിതിന് ഷെർലിനെ ഇഷ്ടപ്പെടേണ്ടത് വളരെ അത്യാവശ്യപ്പെട്ട ഒരു കാര്യമല്ലേ? ഞാൻ അവനോട് പോയി ചോദിക്കട്ടെ. വിഷ് മീ ഗുഡ് ലക്ക്. ആന്റി പോകുന്ന എല്ലാ കാര്യത്തിനും ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവും. വിഷ് യു ലോഡ് ഓഫ് ലക്ക്. നോക്കിക്കോ, ഋഷഭ് സർ പെട്ടെന്ന് തന്നെ യെസ് പറയുന്നത്. മോളെ, നീ വളരെ നല്ലൊരു പെൺകുട്ടിയാ. നല്ലൊരു മകളും കൂടിയാ നീ. എനിക്ക് നല്ല ഉറപ്പുണ്ട് നീ ഏത് വീട്ടിലാണോ ചെല്ലുന്നത് അവിടെ എല്ലാ വിധത്തിലുള്ള സന്തോഷവും ഉണ്ടായിരിക്കുമെന്ന്. പക്ഷെ ഇപ്രാവശ്യം ആന്റി എന്നെ പറ്റി ചിന്തിക്കണ്ട. ആന്റി ചെന്നിട്ട് ഋഷഭ് സാറിനോട് സംസാരിക്കും. ആന്റി ചെല്ല്. നന്നായിരിക്കട്ടെ എന്റെ മോളെ. ചേച്ചി ചേച്ചി ചേച്ചി, എനിക്ക് ചേച്ചിയോട് ഒരു കാര്യം പറയാനുണ്ട്. ഒന്നിങ്ങ് വന്നേ. സൃഷ്ടി, നീ ഇവിടെ എന്താ ചെയ്യുന്നേ? പോകൂ, പോയി ബൊഫേ റൂമിൽ ചെന്ന് അവരെ സൂപ്പർവൈസ് ചെയ്യൂ. യെസ് മാം. സ്റ്റുപ്പിഡ് ഗേൾ. ഞാനിപ്പോ വരാം ചേച്ചി. ദേവി, ഓ മൈ ഗോഡ്, ഓ നോ, സോ നൈസ് ടു സീ യു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മാഡം, ഇന്ന് നീ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നോട് ഒരിക്കലും വേണ്ടില്ലായിരുന്നു. എങ്ങനെ വരാതിരിക്കാനാണ്? നിന്റെ എൻഗേജ്മെന്റ് അല്ലേ? ഞാൻ തീർച്ചയായും വരും. പറഞ്ഞൊപ്പിക്കൽ നിന്റെ കയ്യിൽ നിന്ന് പഠിക്കണം.
മാഡം 5 വർഷമായി 5 വർഷം കോളേജ് കഴിഞ്ഞ് മെഡിക്കൽ പഠിക്കാൻ പോയി മിസ്സിംഗ് ആയിരുന്നല്ലോ നീ. എല്ലാരെയും മറന്നുപോയോ? അതെ കാർത്തി, നിനക്കറിയാമോ മെഡിക്കൽ ഒന്ന് പഠിച്ചെടുക്കാൻ അത് പാടാണെന്ന്. അതെല്ലാം പോട്ടെ, ലുക്ക് അറ്റ് യു. സത്യത്തിൽ രാജകുമാരിയെ പോലെ ഉണ്ട് കാണാൻ. നിനക്ക് ഓർമ്മയുണ്ടോ കാർത്തി, നമ്മള് കോളേജിൽ വെച്ച് രാജകുമാരിയും രാക്ഷസനും എന്ന സിനിമ ഒരുമിച്ച് കണ്ടത്? അതിൽ രാജകുമാരി ആ രാക്ഷസൻ തട്ടിക്കൊണ്ട് പോയില്ലേ? തീർച്ചയായും ഓർമ്മയുണ്ട്. എന്റെ സ്വീറ്റ് ഫ്രണ്ടും പിന്നെ നമ്മുടെ ഫേവറേറ്റ് മൂവിയും. എങ്ങനെ മറക്കും? ആ മൂവിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. നിനക്ക് നിന്റെ ഫൈനലി എന്നെ എല്ലാ രാക്ഷസന്മാരിൽ നിന്നും രക്ഷിക്കുന്ന ആ രാജകുമാരനെ കണ്ടെത്തിയൊന്നല്ലേ? അതെ. ഇല്ല, ആ ആളെ കിട്ടിയില്ല. പക്ഷെ ഉണ്ട്, ഇത്രയും വർഷങ്ങൾ കൊണ്ട് എനിക്കൊരു കാര്യം കിട്ടിയിട്ടുണ്ട്. എന്ത്? ആത്മവിശ്വാസം. എല്ലാത്തിനും മുമ്പായി ഉണ്ടല്ലോ, ഞാൻ ഒരു രാക്ഷസനെ എന്റെ അടുത്ത് വരാൻ സമ്മതിക്കില്ല. ഒരു പക്ഷെ ഇനി വന്നാലും ഞാൻ 15 വർഷത്തേക്ക് ഒരു രാജകുമാരനും വേണ്ടി കാത്തിരിക്കില്ല. ഞാൻ ഒറ്റയ്ക്ക് രാക്ഷസനോട് പൊരുതിക്കോളാം. എങ്കിൽ അങ്ങനെ നടക്കുകയാണെങ്കിൽ നീയാണ് ജയിക്കുന്നത്. പിന്നെ നീയാണ് എന്റെ പ്രിയപ്പെട്ടവൾ. തീർച്ചയായും. Let's go. സൃഷ്ടി, പ്രീത എവിടെ? അവിടെ ഉണ്ട് മുത്തശ്ശി. താങ്ക് യു. പ്രീത, പ്രീത, ഞാൻ ഗസ്റ്റിനെ സ്വാഗതം ചെയ്ത് കുറെ നേരം അവിടെ നിന്നു. എന്റെ കാല് വേദനിക്കുന്നു. എന്നാ പിന്നെ മുത്തശ്ശി ഇവിടെ ഇരിക്കെ. ഒരു 2 മിനിറ്റിനുള്ളിൽ ഞാൻ കാല് മസാജ് ചെയ്ത് ശരിയാക്കി തരാം. വരൂ. ശരി. ഈ പ്രീത അവിടെ എന്താണ് ചെയ്യുന്നത്? I'll call you back. ഇതെന്റെ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. ഇവിടെ ഇരുന്നോളൂ. മുത്തശ്ശി കൊറേ നേരം നിന്നില്ലേ, അതുകൊണ്ടാ ഈ വേദന. ഒരു 5 മിനിറ്റ് മസാജ് ചെയ്യുമ്പോ അത് മാറിക്കോളും. ചേട്ടൻ എന്താണ് ചെയ്യുന്നത്? അപ്രീതയെ മാത്രമേ കണ്ടോളൂ ചേട്ടന് നോക്കിയിരിക്കാൻ. ആർ യു ക്രേസി സമീർ? നിനക്ക് തോന്നുന്നുണ്ടോ ഈ സൈക്കോ നോക്കി നിന്റെ ചേട്ടൻ സമയം വെറുതെ വേസ്റ്റ് ആക്കുമെന്ന്? സമീർ, നീ അവളെ നോക്കി. അച്ഛമ്മയുടെ അടുത്തിരിക്കുന്ന ആ പെൺകുട്ടി. She is so sexy. എനിക്ക് പ്രീതയെ നോക്കും പോലെ തോന്നിയത്. നിനക്ക് അങ്ങനെയൊക്കെ തോന്നും. ആണ്. ശരി, അത് വിട. ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ് എന്താ? എന്താണത്? സോഫിയ നിന്റെ ചേട്ടന്റെ ലൈഫിൽ നിന്ന് പുറത്താ. എന്താണ് ഈ പറയുന്നത്? കണ്ടിട്ട് സഹോദരന്റെ ഐഡിയ ഏൽക്കുന്നുണ്ടല്ലോ. ആഹാ, അതിനെന്നെ ഈ സൈക്കോയാ സഹായിച്ചത്. ഇതെങ്ങനെ സംഭവിച്ചു? പിന്നെ പറയാം മോനെ, ഞാൻ ഇതാ വരുന്നു. നിക്ക്. അമ്മേ, അവിടെ ഒരു ബിസിനസ് കാര്യം ചർച്ചയായിരുന്നു. പ്ലീസ് അമ്മേ. എനിക്ക് നിന്നോട് സംസാരിക്കാനുള്ള കാര്യം ബിസിനസിനെ പറ്റി ഒന്നുമല്ല. അത് 2 മനസ്സുകളെ പറ്റിയുള്ള കാര്യമാണ്. അത് നിന്റെ ജീവിതത്തിൽ എന്നേക്കും വേണ്ടിയുള്ളതാ. ഈ ദിവസത്തിന് വേണ്ടി ഞാൻ എത്രമാത്രം കാത്തിരുന്നുവെന്ന് നിനക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അത് മാത്രമല്ല, നീ കല്യാണത്തിന് സമ്മതമാണെന്ന് പറഞ്ഞത് എന്റെ മനസ്സിന് ഒരുപാട് സന്തോഷമായി. ഒരുപാട്. ഇതിന്റെ എല്ലാ ക്രെഡിറ്റും പോകുന്നത് നിനക്കറിയോ, പ്രീതയ്ക്കാണ്. Am I right? റൈറ്റ്. മാത്രമല്ല, ഇത്രയും കാലമായിട്ട് എനിക്ക് മനസ്സിലാകാത്തത് പഠിപ്പിക്കാൻ ശരിയായ ഒരു വ്യക്തിയെ തന്നെയാണ് കണ്ടെത്തിയത്. യുനോ, അവൾ എനിക്ക് ശരിക്കും പറഞ്ഞു തന്നു വിവാഹത്തിന്റെ ആവശ്യകത എന്താണെന്ന്, നല്ലൊരു പാർട്ണറുടെ പ്രാധാന്യം എന്താണെന്നും എന്നെ പഠിപ്പിച്ചത് അവളാ. അങ്ങനെ കല്യാണം അത്ര മോശം പരിപാടിയല്ലെന്ന് മനസ്സിലായി. ഇതിനർത്ഥം നീ വിശ്വസിക്കുന്നത് എന്റെ ജഡ്ജ്മെന്റ് വാസ് പെർഫെക്റ്റ്? തീർച്ചയായിട്ടും അമ്മേ. ഇനി ശ്രദ്ധിച്ചു കേൾക്ക്. അവിടെ മുത്തശ്ശിയുടെ അടുത്ത് ഒരു പെൺകുട്ടി നിൽക്കുന്നില്ലേ? ഞങ്ങള് അവളെയാണ് നിനക്കായി തിരഞ്ഞെടുത്തത് ആസ് എ ലൈഫ് പാർട്ട്ണർ. ഇനി നീ ആ കുട്ടിയെ നോക്കിയിട്ട് പറയണം ഇഷ്ടമായോ ഇല്ലയോ എന്ന്. എന്താണ് കണ്ണിൽ പരിഭവം? തൊട്ടുരുമിയിരിക്കാൻ കൊതിയായി, നിന്നെ കട്ടെടുത്തു പറക്കാൻ കൊതിയായി. ഞങ്ങളുടെ ചോയ്സ് നിനക്ക് ഇഷ്ടപ്പെട്ട മോനെ? അമ്മയുടെ ചോയ്സ് ഇഷ്ടപ്പെട്ടെന്ന് മാത്രമല്ല, ഷീ ഈസ് ദ ബെസ്റ്റ് ചോയ്സ്. ഐ എം പ്രൗഡ് ഓഫ് യു. എന്താ ഈ പറയുന്നത് മൈ ബോയ്? എനിക്കറിയായിരുന്നു എന്റെ ഇഷ്ടം നിനക്ക് ശരിക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല എന്ന്. പക്ഷേ ഞങ്ങൾ നിനക്ക് വേണ്ടി ഈ ബന്ധം തിരഞ്ഞെടുത്തതില് നിനക്ക് എന്തോ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടെന്ന് ആ കുട്ടി പറഞ്ഞിരുന്നു. നിനക്ക് അങ്ങനെ എന്തെങ്കിലും ഇഷ്ടക്കുറവോ മറ്റോ ഉണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഇല്ല, അങ്ങനെയൊന്നും ഇല്ലമ്മേ. ഇറ്റ്സ് ഓക്കെ. എനിക്കത് മനസ്സിലായി. എന്ത് നടന്നാലും അത് നിന്റെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും, അക്കോർഡിംഗ് ടു യുവർ ഹാപ്പിനെസ്. അതിൽ കൂടുതലായിട്ട് ഒന്നുമില്ല. പക്ഷെ പ്രീത എന്താ എന്നോട് പറയാതിരുന്നേ? അമ്മ അവളെ എനിക്ക് വേണ്ടി ഡിസൈഡ് ചെയ്തു. ഇനിയിപ്പോ ഞാൻ മീറ്റിംഗിന് പോയിക്കോട്ടെ? ഓക്കെ. മുത്തശ്ശി, ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ നന്നായിട്ടുണ്ട്, വേദനയേ ഇല്ല. മുത്തശ്ശി, എന്താണൊരു വലിയ ഡോക്ടറിനെ കാണിക്കാത്തത്? ഇല്ല മോളെ, വലിയ ഡോക്ടറെ എനിക്ക് ഇഷ്ടമേ അല്ല. ആദ്യം അവരൊന്ന് ചിരിക്കും, പിന്നെ അവര് ചിലപ്പോ നമ്മളെ കൊല്ലും. പ്രീതയ്ക്ക് അറിയാം ഞാൻ ഡോക്ടേഴ്സിനെ എങ്ങനെയാ ഒഴിവാക്കുന്നതെന്ന്. ഐ നോ ദാറ്റ്. മുത്തശ്ശിക്ക് ഡോക്ടർമാരെ ഇഷ്ടമേ അല്ല. നീ ഒഴിച്ച്.
അല്ല, നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? നീ നല്ല കുട്ടിയല്ലേ? ഓ മൈ ഗോഡ് മുത്തശ്ശി, എന്തുപറ്റി? എനിക്കാണെങ്കിൽ ഇവിടെ ഭയങ്കര ഒരുമാതിരി വേദന എടുക്കുന്നു. എന്തോ പ്രശ്നമുണ്ട്. സാരമില്ല, അത് സ്പ്രെയിന് വന്നതായിരിക്കും. അവൾക്ക് നല്ല വേദനയുണ്ടാകും. ചെല്ല്. പക്ഷേ മുത്തശ്ശി ഇവിടെ. പോമോളെ, അവൾക്ക് വേദന ഉണ്ടാവില്ലേ? ഒരുപാട് ജോലി ചെയ്യായിരുന്നു. ചെല്ല്. ചേച്ചി, നമുക്ക് അകത്ത് ഏതെങ്കിലും റൂമിൽ പോവാം. ഞാൻ വരാം. ഇത് പ്രീതയുടെ അനുജത്തിയാണ് സൃഷ്ടി. ഞാൻ അവള് ചേച്ചിന്ന് വിളിക്കുന്നത് കേട്ടിരുന്നു. അയ്യോ, പതിയെ സൂക്ഷിച്ചു വാ. ഇതിലെ കണ്ടിട്ട് പ്രീതയ്ക്കും എന്നെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. അഥവാ ഇനി ഇങ്ങനെയെങ്ങാനും ആണോ? അമ്മ നിർബന്ധിച്ചപ്പോ അമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടി സമ്മതിച്ചതായിരിക്കുമോ? അവളോടൊന്ന് സംസാരിച്ച് എല്ലാം ക്ലിയർ ആക്കിയാലേ പറ്റൂ. അതെ ചേച്ചി, ഒരു മിനിറ്റ് ഒന്ന് ഇങ്ങോട്ട് വരുമോ? എടത്തെ, അയ്യോ ദൈവമേ, എനിക്ക് എന്റെ സന്തോഷം അടക്കാനേ കഴിയുന്നില്ല. എന്റെ ഭഗവാനെ, ഇതെന്താ ദൈവമേ. ചേച്ചി, ഷേർലിൻ രോഹിതിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. പിന്നെ എന്റെ രോഹിതും ഷേർലിനെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. എനിക്ക് എന്തുമാത്രം സന്തോഷമുണ്ടെന്ന് പറഞ്ഞറിയിക്കാനേ വയ്യ ചേച്ചി. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ചേച്ചി, ഈ ബന്ധം 100% ഉറപ്പിച്ചു കഴിഞ്ഞു, ഉറപ്പായിട്ടും. പിന്നെ രോഹിതിനെ കുറിച്ച് എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഭഗവാന്റെ അത്ഭുതം കണ്ടില്ലേ, എന്റെ രോഹിത് സമ്മതിച്ചു ചേച്ചി, സമ്മതിച്ചു. ടൈം ഫോർ സെലിബ്രേഷൻ. അതങ്ങനെയല്ലേ വരുവേടത്തി? അതെന്താന്നറിയാമോ? ഈ കവിതയുടെ ചോയ്സ് ഒരിക്കലും ഫെയിൽ ആവില്ലല്ലോ. ഒരിക്കലും ഇല്ല. പിന്നെ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങണ്ടേ? ചെയ്യാലോ. നല്ല കാര്യങ്ങൾ വൈകിപ്പിക്കുന്ന എന്തിനാ? പക്ഷെ അതിനു മുമ്പ് ഷേർലിനെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്തിട്ട് വരാം. അത് വേണം, തീർച്ചയായിട്ടും വേണം. ഷേർലിൻ, മൈ ഡാർലിംഗ്, ഹാർട്ടിയസ്റ്റ് കൺഗ്രാജുലേഷൻസ്. രോഹിത്തിന് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം അവൻ കല്യാണത്തിന് സമ്മതിച്ചു എന്നാ. ദാറ്റ്സ് ഗ്രേറ്റ് ന്യൂസ്. യെസ് മാം. ഇനി നമ്മൾ ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ഇന്ന് തന്നെ ഇവളുടെ അമ്മയെ ഫോൺ ചെയ്തിട്ട് പറയും, വെഡിങ് ബെൽസ് ആർ റിംഗിങ്, കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിക്കോളൂന്ന്. സൂക്ഷിച്ച് നടക്ക്. ഇവിടെ ഇരുന്നേ. ഇനി പറ, എവിടെ വേദനിക്കുന്നേ? എന്ത് പറ്റി? നിന്റെ കഴുത്തിന്റെ വേദനയൊക്കെ മാറിയോ? എനിക്ക് വേദന ഒന്നുമില്ല ചേച്ചി. എനിക്കൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണമായിരുന്നു, അതിന് ഞാൻ ഒപ്പിച്ച പണിയാ. നിനക്ക് എന്നോട് ഒറ്റയ്ക്ക് സംസാരിക്കണമായിരുന്നു അല്ലേ? അതിന് ഇത്ര നാടകം കളിക്കേണ്ട കാര്യമുണ്ടോ? എന്റെ സൃഷ്ടി, നമുക്ക് വീട്ടിൽ പോയിട്ട് എത്ര വേണമെങ്കിലും സംസാരിച്ചുകൂടായിരുന്നോ? ഇവിടെ എനിക്ക് ഒരുപാട് ജോലി. ഇല്ല, എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. വീടെത്തും മുമ്പ് സന്തോഷം കൊണ്ട് വീർപ്പ് കൂട്ടി മരിച്ചു പോയാലോ? അങ്ങനെ എന്ത് സന്തോഷ വാർത്തയാണ് നിനക്ക് കിട്ടിയത്? ചേച്ചി, എനിക്ക് എല്ലാം അറിയാം. ചേച്ചി ഉന്നം വെച്ചിട്ട് കറക്റ്റ് സ്ഥലത്ത് തന്നെ എത്തിച്ചല്ലോ. ഓ മൈ ഗോഡ്, നമ്പ്യാർ കുടുംബത്തിന്റെ മരുമകളാകാൻ പോവാ ചേച്ചി. എന്റെ ചേച്ചിയുടെ കല്യാണം നടക്കാൻ പോവാ. എന്റെ ചേച്ചിയുടെ കല്യാണം. രോഹിത്, കൺഗ്രാറ്റുലേഷൻസ്. ആന്റിക്ക് ഇഷ്ടപ്പെട്ടോ? എന്ന് വെച്ചാ ആന്റിക്ക് ഇഷ്ടപ്പെട്ടോന്ന് ഉദ്ദേശിച്ചേ? ഇതെന്ത് ചോദ്യ? ഐ മീൻ, ഐ റിയലി ലൈക്ക് ഹർ. ഞാനല്ലേ നിങ്ങൾ രണ്ടുപേരുടെയും കല്യാണക്കാരെ തുടങ്ങി വെച്ചത്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, നീ അവളുടെ ഒപ്പം ഇപ്പൊ ഡാൻസ് ചെയ്യാമോ? ആരുടെ കൂടെ? ഷേർലിന്റെ കൂടെ തന്നെ. ഐ മീൻ, നിനക്കറിയാലോ, അത് എന്റെ ഫ്രണ്ടിന്റെ മോളാ. ഓ, ആന്റിക്ക് അവളെ നേരത്തെ അറിയായിരുന്നോ? യാ. നീ എന്ത് പറയുന്നു? ഇഷ്ടപ്പെട്ടില്ലോ അല്ലേ? ഷേർലിൻ, ആന്റി എന്താ ചെയ്യുന്നേ? രാധേ, ഒരു അടിപൊളി ഡാൻസ് നമ്പർ പ്ലേ ചെയ്യൂ. ആന്റി പ്ലീസ്, എന്നെ ഒഴിവാക്കിത്താ. നോ യു കാണ്ട്. ഞാൻ നിങ്ങളുടെ വീട്ടിലെ ഗസ്റ്റ് ആണ്, ആൻഡ് ഹോപ്പ്ഫുള്ളി സ്പെഷ്യൽ ഗസ്റ്റ്. അപ്പൊ എന്താ, ഞാൻ പോകുന്നതിന് മുമ്പ് എന്നോടൊപ്പം ഡാൻസും കളിക്കില്ലേ? പെർഫെക്റ്റ്. രാധേ, ആർ യു റെഡി? രാധേ. മിസ്റ്റർ ജെന്റിൽമാൻ, എന്താ നിങ്ങളൊരു പെൺകുട്ടിയോട് പറ്റില്ലെന്ന് പറയുമോ? ഓക്കെ. എടുത്തി, ഇവര് രണ്ടുപേരും ഒരുമിച്ച് കാണുമ്പോ എത്ര സന്തോഷമുണ്ടല്ലേ?
ആരെ നിങ്ങൾ അന്വേഷിക്കുന്നത്? ഞാൻ പ്രീതയെ എനിക്ക് തോന്നുന്നു ലവ് പെർഫെക്റ്റ് ആണെന്ന്. ഇത്രമാത്രം എന്ത് സംസാരിക്കാൻ ഇവർ രണ്ടുപേർക്കും? ഡാൻസ് ചെയ്തോണ്ട് സംസാരിക്കുക. ഇത്ര ആളുകൾ കാണുന്നുണ്ടെന്നുള്ള വിചാരം പോലും ഇല്ല. ശരിക്കും ചേച്ചി, they are so happy together. എന്റെ ചേട്ടൻ ഇതുവരെ ഒരു പെൺകുട്ടിയിലും ഇൻട്രസ്റ്റ് കാണിച്ചിട്ടില്ല. എന്നിട്ടും വിചാരിക്കാതെ സോഫിയെ കണ്ട വീണുപോയി. എന്നിട്ട് ഷെർലിന്റെ കൂടെ ഡാൻസ് ചെയ്യുന്നു. ഇപ്പൊ അവളെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചു. അതും ഇത്ര പെട്ടെന്ന്. എന്തിന്? കാരണം ഞാൻ പ്രീതിയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു അവൾ എന്തുകൊണ്ടാണ് എന്നോടൊന്നും പറയാത്തതെന്ന്. പിന്നെ ഞാൻ ഇതും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ പുതിയ അനുഭവം അവളും അനുഭവിക്കുന്നുണ്ടോ എന്ന്. ദിസ് ഈസ് ബ്യൂട്ടിഫുൾ. എനിക്ക് മനസ്സിലായില്ല, പ്രീതയുമായി റിലേറ്റഡ് ആയ എന്താ പുതുതായി ഉള്ളത്? അല്ല, അത് ആക്ച്വലി എന്താന്ന് വെച്ചാൽ പ്രീത എന്നോട് പറഞ്ഞിരുന്നു അച്ഛമ്മയ്ക്ക് എന്തോ ഒരു പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന്. അതിനെക്കുറിച്ച് അവളോടൊന്ന് ഡിസ്കസ് ചെയ്യാന്ന് വെച്ചു, അത്രേ ഉള്ളൂ. താങ്ക് ഗോഡ്, ഇദ്ദേഹം അച്ഛമ്മയെ കുറിച്ചാണ് ചിന്തിച്ചത്, മറ്റൊന്നുമില്ല. താങ്ക്സ് ഫോർ ദ ലവ്ലി ഡാൻസ്. ഇപ്പൊ എനിക്ക് വീട്ടിലേക്ക് പോകണം. കെൻ യു ഡ്രോപ്പ് മീ ഹോം? ഐ എം റിയലി സോറി. ഐ വിഷ് ഐ കുഡ്, ബട്ട് എനിക്ക് പ്രീതിയോട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. അതുകൊണ്ട് എനിക്ക് കഴിയില്ല. പക്ഷെ തന്നെ ഡ്രോപ്പ് ചെയ്യാൻ ഞാൻ ആരെങ്കിലും ഏൽപ്പിക്കാം, ഓക്കെ? നീ എന്താ ഈ പറയുന്നേ? നിന്റെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? എന്ത് കല്യാണം? ആരുടെ കല്യാണം? ചേച്ചി പ്ലീസ്, ഓക്കെ? ചേച്ചി എന്നോട് നാടകം കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ ഇനി ഒളിച്ചു വെച്ചിട്ടും കാര്യമില്ല. ഞാൻ പറഞ്ഞതല്ലേ ചേച്ചിയുടെ ജോഡി ഉടനെ തന്നെ കിട്ടുമെന്ന്. കണ്ടില്ലേ, അതിശയം തന്നെ. എന്തൊരു ജോഡിയോ, വാട്ട് എ ജോഡി, മൈൻഡ് ബ്ലോയിങ്. എത്ര സന്തോഷം എന്ന് പറയാനേ പറ്റുന്നില്ല. ഐ എം സോ ഹാപ്പി. ഇത് തന്നെ ഞാൻ കണ്ട സ്വപ്നം. പക്ഷെ ഈ സ്വപ്നം ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ചേച്ചി ഈ വീടിന്റെ മരുമകളാകാൻ പോവാ. സിംപ്ലി അമേസിംഗ് ചേച്ചി. ഓർമ്മയുണ്ടോ ചേച്ചി എന്നോട് പറഞ്ഞത് നമ്മൾ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന്? ഇപ്പൊ മനസ്സിലായോ എന്തിനാ നമ്മൾ മുംബൈയിൽ വന്നതെന്ന്? ഇതാണ് കാരണം. നമ്മളുടെ വിധിയായിരുന്നു മുംബൈയിലോട്ട് വരാൻ, ആൻഡ് ചേച്ചിയുടെ വിധിയായിരുന്നു ഈ കല്യാണം. ഇപ്പൊ ചേച്ചി മിസ്സസ് പ്രീത നമ്പ്യാർ ആവും. പിന്നെ എനിക്ക് ആദ്യമേ അറിയാമായിരുന്നു ചേച്ചിക്ക് അയാളെ ഭയങ്കര ഇഷ്ടമാണെന്ന്. അയാൾ അത്രയ്ക്ക് ഹാൻസം കൂൾ ഡ്യൂഡല്ലേ. പക്ഷെ ഇത്ര പെട്ടെന്ന് വിവാഹം, അതാ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത. ഒരു മിനിറ്റ്, ഒന്ന് മിണ്ടാതിരിക്കെ. ഞാൻ ഇല്ല ചേച്ചി, ഇല്ല, എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല. ഈ വീട്ടിൽ ചേച്ചിയുടെ കല്യാണം നടക്കാൻ പോവാ. ചേച്ചി ഒരു കാര്യം ഡിസൈഡ് ചെയ്തിരിക്കുന്നു. ചേച്ചിയുടെ വിവാഹത്തിന്റെ ഷോപ്പിംഗ് മുഴുവൻ ഞാനായിരിക്കും ചെയ്യുന്നത്. ഞാൻ ചേച്ചിക്ക് വേണ്ടി നല്ല കിടിലൻ അടിപൊളി ഔട്ട്ഫിറ്റ് സെലക്ട് ചെയ്ത് തരാം, ഓക്കെ? എന്റെ പ്രിയപ്പെട്ട ചേച്ചി എന്ത് സുന്ദരമായ മണവാട്ടിയായിരിക്കും. എന്തോ പറയുമല്ലോ ഈ ഭംഗിയുള്ള ആൾക്കാരോട്. സ്റ്റോപ്പ് ഇറ്റ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. കുറെ നേരമല്ലോ നീ നോൺ സ്റ്റോപ്പ് ആയിട്ട് സംസാരിക്കുന്നു. ഞാനൊന്ന് പറയുന്നെങ്കിലും കേൾക്കാനൊന്ന് മനസ്സിലാക്കി. പറ്റില്ല ചേച്ചി, ഞാൻ എന്ത് ചെയ്യാനാ? ഈ ഹാപ്പി ഫീലിംഗ് എന്തൊരു പവർഫുൾ ആണെന്ന് അറിയോ? എനിക്ക് ഒന്നും കേൾക്കാനേ പറ്റുന്നില്ല. എന്റെ മനസ്സ് പറയുന്നത് സൃഷ്ടി നീ സംസാരിക്കുന്ന. ഇനി നീ ഒന്ന് മിണ്ടാതിരിക്കെ. എന്നിട്ട് എന്നോട് പറ, നീ ഏത് കല്യാണത്തിന്റെ ആര് കല്യാണം കഴിക്കുന്ന കാര്യം പറയുന്നേന്ന്? കിരൺ നമ്പ്യാർ. വാട്ട്? നിനക്കെന്ത് ഭ്രാന്തായോ സൃഷ്ടി? യു ഗോട്ട് ക്രേസി. ആ വൃത്തികെട്ടവനെ കല്യാണം കഴിക്കുന്നേക്കാളും നല്ലത് ഞാൻ മരിക്കുന്നതായിരിക്കും. അങ്ങനെയാണ് കാര്യമെങ്കിൽ ചേച്ചി അയാളുടെ കൂടെ ബാത്റൂമിൽ എന്ത് ചെയ്യായിരുന്നു? ഓ ഗോഡ് സൃഷ്ടി, ഞാൻ നിന്നോട് ഇതാരാ പറഞ്ഞത്? സോഫിയ. ഇതെല്ലാം ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗാ. ഞാൻ അവിടെ നിന്റെ കാര്യത്തിന് വേണ്ടിയാ പോയത്. അകത്ത് പെട്ടുപോയി. വാതിൽ തുറക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല. ആ ഒരു പ്രശ്നത്തിനിടയിൽ ആകെ മൊത്തം കൺഫ്യൂസ് ആയി. എന്താ എന്റെ ദൈവമേ ഇത്? എന്തിനാ ഇങ്ങനെ പാർഷ്യാലിറ്റി കാണിക്കുന്നത്? ഇത്രയും മനോഹരമായ തെറ്റ് എനിക്ക് എന്താ പറ്റാത്തത്? എപ്പോഴും ചേച്ചിക്ക് മാത്രം. എന്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിലും ഇങ്ങനെ ബിഹേവ് ചെയ്യൂ. ഓ നോ പ്ലീസ്. ചേച്ചി എന്നെക്കാളും കുറച്ച് കൂടുതൽ സംസ്കാരമുള്ള ആളാ. അതുകൊണ്ടാ ചേച്ചി എല്ലാ ഫണ്ടും മിസ്സാക്കി കളയുന്നത്. ചേച്ചിക്ക് അറിയില്ല കിരൺ എന്താ അടിപൊളിയാണെന്ന്. സൃഷ്ടി, നീ എന്റെ അനിയത്തിയാണോ അത് കിരണിന്റെ? ഓ ഹലോ ഗേൾ, ഞാൻ ആരുടെ അനിയത്തിയൊന്നുമല്ല, കേട്ടല്ലോ പ്ലീസ്. അതുപോലെ ഞാൻ കിരണുമായി ഒരു സഹോദര ബന്ധമൊന്നും ആഗ്രഹിക്കുന്നില്ല, ഓക്കെ? ഞാൻ അയാളുടെ ബെസ്റ്റ് ഫാൻ ആവാൻ ആഗ്രഹിക്കുന്ന എന്റെ കിരൺ സർ. ഹോട്ട് ഹാൻസം ഡാഷിംഗ്. പക്ഷെ നിന്റെ കിരൺ സാർ ഉണ്ടല്ലോ, ഐ ഹേറ്റ് ഹിം അലൗഡ്. ഞാൻ അയാളെ കുറിച്ച് ഇത്രയും പറഞ്ഞിട്ടും നീ അയാളെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണോ? ലെറ്റ് മീ ടെൽ യു വൺസ് ആൻഡ് ഫോർ ഓൾ, ഞാൻ ഈ കുടുംബത്തിൽ ആരെയും കല്യാണം കഴിക്കാൻ പോകുന്നില്ല. Got it? But I don't like it. I don't care about it. ഈ കാര്യം ഞാൻ പ്രീതിയോട് പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നതാ. അവൾ നമ്മുടെ ഈ വിവാഹത്തിൽ സന്തോഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഞങ്ങൾ രണ്ടുപേരും ഒന്നാകാൻ പോകുന്നു. അതിൽ ഞാൻ എത്രമാത്രം സന്തോഷിക്കുന്നുണ്ടോ അവളും അത്രമാത്രം സന്തോഷിക്കുന്നുണ്ടാവും. പക്ഷെ ഒന്നും ചോദിക്കാതെ തന്നെ എനിക്ക് എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം ലഭിച്ചു. അവൾ അവളുടെ സഹോദരിയോട് എന്നെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവൾ എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നല്ലേ. അവൾ അവളുടെ അനിയത്തിയുമായിട്ട് സന്തോഷം പങ്കുവയ്ക്കുകയാണ്. എന്നാൽ ഞാനോ, എന്റെ മനസ്സിൽ എത്രമാത്രം സന്തോഷമുണ്ടെന്ന് എനിക്ക് പ്രീതിയോട് പറയാനേ സാധിക്കുന്നില്ല. ഞാനിപ്പോ എന്റെ ഈ ഫീലിംഗ് ആരോടോ ഷെയർ ചെയ്യാതിരുന്ന അത് വല്ലാത്ത ബോറിംഗ് ആയി പോവും. കമോൺ രോഹിത്, എന്തിനാ ഇത്രയും ചിന്തിക്കുന്നേ? നിന്റെ അനിയൻ ഇവിടെ ഇല്ലേ? നിന്റെ ജീവൻ, നിന്റെ കിരൺ. ഈ സന്തോഷം അവനുമായിട്ട് ഷെയർ ചെയ്യ.
പക്ഷെ അവനെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. മുറിയിലുണ്ടാവും, പോയി നോക്കാം. അകത്തൊന്ന് നോക്കുമ്പോഴാ ഒരുപാട് സാധനങ്ങൾ കളയാനുള്ളതായിരുന്നു. കിരൺ പ്രീതിയാണ് സ്നേഹിക്കുന്നത്. എന്താ? മാത്രവുമല്ല അവന് പ്രീതിയെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. പറ്റിയ അവസരമാണ്. ഇന്ന് ചേട്ടനോട് എല്ലാം ചോദിച്ച് മനസ്സിലാക്കി അടങ്ങും. ചേട്ടാ, കാർത്തിക വാ വാ വാ, അകത്തേക്ക് വാ, ഇരിക്ക. പിന്നെ ചേട്ടാ, ഐ ആം വെരി പ്രൗഡ് ഓഫ് യു. എന്റെ ചേട്ടൻ ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നോ? വാവ്. എന്താ എന്റെ ബുദ്ധിശക്തി ഒരുപാട് പുകഴ്ത്താണല്ലോ. ആർ യു മേക്കിംഗ് ഫൺ ഓഫ് മിയാ? അതാ പുകഴ്ത്തുന്നല്ലേ? ചേട്ടൻ എന്ത് വേണേലും വിചാരിച്ചോളൂ, പക്ഷെ ഐ ആം വെരി പ്രൗഡ് ഓഫ് യു ചേട്ടാ. പിന്നെ ഒരു കാര്യം പറയാം, ഈ പ്രീതി ഉണ്ടല്ലോ വളരെ നല്ല കുട്ടിയാ അല്ലേ? അത് ശരി, ഇവളാ ഡ്യൂപ്ലിക്കേറ്റ് റൂബി മോഷണത്തെ പറ്റിയാ പറയുന്നേ. ആ, അവൾ ഈ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്തായിരുന്നു. ആദ്യം ഞാൻ വിചാരിച്ചു അല്പം പ്രശ്നമാണെന്ന്, പക്ഷെ ഷീസ് ഗുഡ്. അതൊക്കെ ശരി തന്നെ ചേട്ടാ, പക്ഷെ ചേട്ടനോട് എനിക്ക് നല്ല ദേഷ്യമുണ്ട്. ഐ മീൻ, ചേട്ടന്റെ ലൈഫിൽ ഇത്രയൊക്കെ സംഭവിക്കുന്നു, ചേട്ടൻ ആരോടും അത് പറഞ്ഞില്ല. ഒന്നുമില്ലെങ്കിലും ചേട്ടന്റെ ഈ അനുജത്തിയോടെങ്കിലും പറഞ്ഞൂടെ? ഒരു മിനിറ്റ്, എന്ത് പറഞ്ഞൂടെ എന്ന് നോക്കാം. എനിക്കിപ്പോ ആകെ കൺഫ്യൂഷനായി. സ്ട്രെയിറ്റ് ആയിട്ട് പറയാ, ഞാൻ എന്താ പറയാത്തതെന്നും നിങ്ങൾ എല്ലാവർക്കും എന്താ അറിയാവുന്നെന്നും. അത് ശരി, അപ്പൊ ചേട്ടൻ കൺഫ്യൂസ് ആയി അല്ലേ? ചേട്ടൻ ഞങ്ങളോട് ഇത് മറച്ചു വെച്ചു. എന്തെന്നാൽ ചേട്ടനും പ്രീതിയും തമ്മിലുള്ള ലവ് സ്റ്റോറി കണ്ടുപിടിച്ചു. വാട്ട്? ഓ ചേട്ടാ, ഐ ആം സോ പ്രൗഡ് ഓഫ് യു, സോ പ്രൗഡ് ഓഫ് യു. സമ്മതിച്ചേ പറ്റൂ, ചേട്ടൻ ഒരുപാട് ഫ്ലോട്ടിംഗ് ചെയ്തിട്ടുണ്ട്, പക്ഷേ വിവാഹം കഴിക്കാൻ തിരഞ്ഞെടുത്ത പെൺകുട്ടി അമേസിംഗ് ചോയ്സ് ആണ് ചേട്ടാ. പ്രീത വളരെ നല്ല പെൺകുട്ടിയാ, ചേട്ടനെ നന്നായി നോക്കുകയും ചെയ്യും, ചേട്ടനെ ഒരുപാട് സ്നേഹിക്കുകയും ചെയ്യും. പിന്നെ ഇതിലും നല്ലൊരു ചോയ്സ് ചേട്ടന് കിട്ടാനേ പോകുന്നില്ല. നീ ഇതെന്തൊക്കെയാ പറയുന്നേ? ഐ എം സോ സോർട്ടഡ്. അതിന്റെ അർത്ഥം ചേട്ടാ എനിക്ക് ഡബിൾ ഫലമെന്നാ. ചേട്ടത്തിയോടൊപ്പം ബെസ്റ്റ് ഫ്രണ്ട് ഫ്രീ. ചേട്ടാ, ഒരു കാര്യം പറയട്ടെ, അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ പ്രീതയെ വിവാഹം കഴിക്കാം. ആ പിന്നെ അമ്മ സമ്മതിക്കില്ല, പക്ഷേ ഞാനുണ്ടല്ലോ, എന്റെ കയ്യിൽ നിന്ന് ചേട്ടന് ഫുൾ സപ്പോർട്ടാ. പിന്നെ ചേട്ടാ, ഞാൻ വേറൊരു കാര്യം പറയട്ടെ, പിന്നെ ചേട്ടന് പ്രീതയും കൊണ്ട് ഓടിപ്പോയി വിവാഹം കഴിക്കേണ്ടി വന്നാ കൂടുതൽ എക്സൈറ്റഡ് ആയിരിക്കും. എന്നോട് പറഞ്ഞാ മതി. ആ സോഫയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാനൊരു വിദ്യ പ്രയോഗിച്ചതാ. ഇപ്പൊ എനിക്ക് എന്നെ പണിയാവണം. ഓ ഗോഡ്, ഇതിപ്പോ ആരൊക്കെ അറിഞ്ഞു കാണുന്ന ഒരു ഐഡിയയും ഇല്ല. നീ ഇത് പറയേ, വീട്ടിൽ നിനക്കല്ലാതെ ഞാനും പ്രീതിയും തമ്മിലുള്ള ബന്ധം മറ്റാർക്കൊക്കെ അറിയാം? എങ്ങനെയാണോ സുഗന്ധം പരക്കുന്നത് അതുപോലെ എല്ലാവർക്കും അറിയാം. കിരൺ, ഒരു പ്രധാനപ്പെട്ട ആളെ കുറിച്ച് എനിക്ക് നിന്നോട് വളരെ അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. ഹായ് ചേട്ടാ. കാർത്തിക ഇവിടെ ഉണ്ടായിരുന്നോ? ഇവളുടെ മുമ്പിൽ വെച്ച് ഞാൻ കിരണിനോട് പ്രീതയെ കുറിച്ച് എങ്ങനെയാ സംസാരിക്കുക? നീ ഇവിടെ എന്താ ചെയ്യുന്നേ? ചേട്ടാ, എനിക്കിപ്പോ ഒരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്. നിന്റെ സ്പെഷ്യൽ പേഴ്സണെ കുറിച്ച് പിന്നീട് സംസാരിക്കാൻ ഞാൻ പോയിട്ട് വരാം. എടാ, അതിനിപ്പോ നിനക്ക് എന്ത് ഇമ്പോർട്ടന്റ് കാര്യമാ? ഞാൻ പറയുന്നത് അതൊക്കെ ഉണ്ട് ചേട്ടാ. സൃഷ്ടി മനസ്സറിഞ്ഞ് പ്രവർത്തിച്ച എന്താ ചെയ്യാൻ പറ്റാത്തത്? ഒരുപാട് എനർജി അവൾക്ക്. ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ എന്ത് മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നെ. ഈ വീടിനെ നീ ഇങ്ങനെ തുറച്ചു നോക്കുന്നത് എന്തിനാ? എന്താ നിന്റെ ഉദ്ദേശം? എന്താ? അറിയാതെ ഈ വീട് സ്വന്താണെന്നൊന്നും വിചാരിച്ചില്ലല്ലോ അല്ലേ? ജോലികളൊക്കെ കഴിഞ്ഞില്ലേ നിന്റെ? പിന്നെ ഇപ്പോഴും നീ ഇവിടെ തന്നെ? അത് ഞാൻ വീട്ടിലേക്ക് പോവാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോവായിരുന്നു. സൃഷ്ടിയുടെ ജോലി കഴിഞ്ഞാൽ ഉടനെ അവളെയും കൂട്ടിയിട്ട് പോവാനാ നിന്നത്. നിന്നെ ഞാൻ രോഹിത്തിന്റെ കൂടെ കണ്ടു.